ഇത് ഞാനിപ്പോഴും ഓർക്കുന്നു, ദൂരദർശൻ്റെ ഫ്ലോറിൽ തന്നെ നമ്മൾ ഈ ബംഗ്ലാദേശിൽ ഈ അട്ടിമറി ഉണ്ടായ സമയത്ത് നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു. അന്ന് നമ്മൾ പൊതുവേ പാനലിസ്റ്റുകളെല്ലാം എത്തിയ ഒരു നിഗമനം ഞാനിപ്പോഴും ഓർത്തെടുക്കുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞത് ഈ മുഹമ്മദ് യൂനസിന് ഏറി വന്നാൽ 1 വർഷം മുന്നോട്ട് പോകാനാകും. ഒന്നുകിൽ അദ്ദേഹം തികഞ്ഞ ഒരു തീവ്രവാദിയായി അവസാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഭരണം വെച്ചൊഴിയേണ്ടി വരും. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്നും ഞാനാണെന്ന് തോന്നുന്നു ചർച്ച. തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് ഈ ചർച്ചയിൽ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലെത്താനുള്ള ഒരു കാരണം എന്തുകൊണ്ട് അവിടെ അട്ടിമറി സംഭവിച്ചു എന്നുള്ളതാണ്. ആ അട്ടിമറി കേവലമായിട്ട് നമ്മൾ ഏതെങ്കിലും 1-2 പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി കാണേണ്ടുന്നതല്ല. കാരണം വളരെ സെക്കുലറായിട്ട് തന്നെ അപ്പോൾ ഷെയ്ഖ് ഹസീനയെ എന്തുകൊണ്ട് ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, കൂട്ടത്തിലുള്ള ഏറെക്കുറെ സെക്കുലറായിട്ടുള്ള മനോഭാവരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, അവർ ഇലക്ഷൻ എത്രയൊക്കെ നീട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിലും, എത്രയൊക്കെ അഴിമതി അവർ നടത്തിയിട്ടുണ്ടെങ്കിലും, ബംഗ്ലാദേശിൽ ഈ റാഡിക്കൽ ഇസ്ലാമൈസേഷന്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വർഗീയമായിട്ടുണ്ടാകുന്ന ഇസ്ലാമൈസേഷന്, അതിന് ഏറെക്കുറെ തടയിട്ടുകൊണ്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷെയ്ഖ് ഹസീന. അവരുടെ പിതാവ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, അതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനെ തടയിട്ടത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ കണ്ണിലെ കരടായിരുന്നു. പലപ്പോഴും ഒത്തുതീർപ്പുണ്ടാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു, പല ആനുകൂല്യങ്ങൾ നൽകാൻ ശ്രമിച്ചു, പല റിസർവേഷൻസ് നൽകാൻ ശ്രമിച്ചു. ഇതൊക്കെ നൽകുമ്പോഴും അവർ പരമാവധി അതിനെ ചെറുത്തുകൊണ്ട് ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിച്ച ലീഡറായിരുന്നു ഷെയ്ഖ് ഹസീന. അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ പലതരത്തിലുള്ളൊരു പിന്തുണ നൽകിയിരുന്നത്. ഈ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത് അവിടെ ശക്തമാകുന്നതിനെതിരെയാണ് പലപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി, അല്ലെങ്കിൽ യൂനസ് അവിടെ വരുമ്പോഴും ഏതാണ്ട് അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചു പോകുവാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം കൂടുതൽ ഇടപെടൽ ഉണ്ടാകാതെ അതിനെ നിയന്ത്രിക്കണം എന്നവർ തോന്നിയിട്ടുണ്ടാകണം. എന്തായാലും അവരുടെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോഴുള്ളൊരു സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും ഞാൻ മനസ്സിലാക്കുന്നത്, അമേരിക്ക 2 ശക്തികൾ അവിടെ പൂർണ്ണമായി സ്വാധീനം ഉറപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അതൊന്ന് ചൈനയും മറ്റൊന്ന് അമേരിക്കയാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു പ്രദേശമാണെന്ന് പറയാൻ കാരണം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 7ഓളം സംസ്ഥാനങ്ങളിൽ അതിർത്തി പങ്കിട്ട, അല്ലെങ്കിൽ ആ ചിക്കൻ നെക്ക് വഴിയുള്ള പ്രധാനപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്ന, ഉഭയകക്ഷി ബന്ധങ്ങളും ഒക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല, പ്രത്യേകിച്ച് വാണിജ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇനി വാണിജ്യം എടുത്തു നോക്കിയാൽ, ഇന്ത്യയുമായിട്ടുള്ള വാണിജ്യത്തിൻ്റെ എക്സ്പോർട്ട് എടുത്തു നോക്കിയാൽ, അതായത് കയറ്റുമതി എടുത്തു നോക്കിയാലും ഇറക്കുമതി എടുത്തു നോക്കിയാലും ഇന്ത്യ നടത്തുന്നതിൻ്റെ ഇരട്ടിയാണ് ബംഗ്ലാദേശിന് ചൈനയുമായിട്ടുള്ളത്. അപ്പോൾ ചൈന നിരന്തരമായി അവിടെ സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒരു റാഡിക്കൽ ഇസ്ലാമൈസേഷൻ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക തങ്ങളുടെ സ്വാധീന ശക്തി അവിടെ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ ഭാഗമായി ചില പ്രപ്പോസലുകൾ ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചു. അതിലൊന്നാണ് രാഖൈൻ ഇടനാഴി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടനാഴിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയും അത് മുഹമ്മദ് യൂനസ് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മനസ്സിലിരിപ്പ്, ഇവിടെ ഗോപകുമാർ സാറും ഒക്കെ സൂചിപ്പിച്ചു, മോഹൻ വർഗീസ് സാറും പറഞ്ഞു, അതായത് അവിടെ ഇപ്പോഴിരിക്കുന്ന ഭരണാധികാരി, മിലിറ്ററി ലീഡർ എന്ന് പറയുന്നത് ഒരല്പം പാശ്ചാത്യ വിരുദ്ധ മനോഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരല്പം അഭിമതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈ മുഹമ്മദ് യൂനസ് എടുക്കുന്ന പല നിലപാടുകളെയും അതിശക്തമായി വിമർശിക്കുന്ന നേതാവാണ്. മുഹമ്മദ് യൂനസിന് ഈ അധികാരം കൈമാറ്റം ചെയ്തപ്പോൾ കരുതിയത് ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സർക്കാർ, അതൊരു സിവിലിയൻ സർക്കാർ, അല്ലെങ്കിൽ പിന്നെ മിലിറ്ററിക്ക് നേരിട്ട് അധികാരം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നല്ലോ. അത് വേണ്ട, അത് മറ്റുള്ള രാജ്യങ്ങൾ സംഭവിക്കുന്ന പോലെ അപകടം ബംഗ്ലാദേശിന് ഉണ്ടാകരുതെന്നും, പലപ്പോഴും അതിൻ്റെ തിക്തഫലം അനുഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്നുള്ളതുകൊണ്ടും ഒരു സിവിലിയൻ അധികാരത്തിനൊരു ഒരു മേധാവിത്വം ഉണ്ടാവണമെന്ന് കരുതി തന്നെയാണ് അന്ന് ഈ മുഹമ്മദ് യൂനസിനെ കൊണ്ടുവരുന്നത്. പക്ഷെ മുഹമ്മദ് യൂനസ് വന്ന് പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ അവിടുത്തെ ഇസ്ലാമിക റാഡിക്കലൈസേഷൻ നടത്തിയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല അന്തർദേശീയ വേദികളിലും മുഹമ്മദ് യൂനസ് നിശിതമായി വിമർശിക്കപ്പെട്ടു. നമുക്കറിയാം, നിരന്തരമായി അവിടുത്തെ ഹിന്ദു മൈനോറിറ്റീസിനെ കൊന്നൊടുക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടുത്തെ സർവകലാശാലകളിൽ അവരെ പിരിച്ചുവിടുന്നു, അവർ നിരവധി ആളുകളെ കൊന്നൊടുക്കുന്നു, അക്രമങ്ങൾ ഉണ്ടാകുന്നു, വർഗീയ സംഘർഷം ഉണ്ടാകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനെ ഒന്നും കാര്യമാത്ര പ്രസക്തമായി നേരിടുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഭയങ്കരമായി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെടുകയും യൂനസ് അത് ഒരല്പം കണ്ണടച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് നിരന്തരമായി ഈ റാഡിക്കലിസ്റ്റ് ഫോഴ്സുകളുടെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ, വർഗീയവൽക്കരണത്തിന്റെ പ്രക്രിയ, സാധാരണ ഒരു ഇസ്ലാമൈസേഷൻ അല്ല ഞാൻ പറയുന്നത്, ഒരു ഫണ്ടമെന്റലിസ്റ്റ് പ്രക്രിയ അതവിടെ നടത്താൻ തുടങ്ങിയപ്പോൾ അതിൽ പൂർണ്ണമായും പെട്ടുപോകുവാൻ ഈ മുഹമ്മദ് യൂനിസിനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില നയങ്ങൾ അവരോടൊപ്പം നിൽക്കേണ്ടി വരും, ചില നയങ്ങൾ എതിർത്ത് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ തന്നെ അദ്ദേഹം കണ്ണിലെ കരടായി മാറി. എന്നാൽ പിന്നീട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, പിന്നീട് ആ ഇടനാഴിയുടെ കാര്യം വരികയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടനാഴി ശക്തമായിട്ട് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ അത് ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ജനറൽ പരസ്യമായിട്ട് അതെ അത് ഇന്നലെ നടത്തിയ പ്രസ്താവന, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ആ ഇടനാഴിയെ കുറിച്ച് നോ ബ്ലഡി കോറിഡോർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കോറിഡോറേ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഇദ്ദേഹം അനഭിമതനായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം രണ്ട് ഗ്രൂപ്പിന്റെ അനഭിമതനായി മാറുന്നു. ഒന്ന് ആ ഇസ്ലാമിക റാഡിക്കലൈസ്ഡ് ഫോഴ്സസിന്റെ അനഭിമതനായി മാറുന്നു, ഒപ്പം അദ്ദേഹം സൈന്യത്തിന്റെ അനഭിമതനായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ, അദ്ദേഹം ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയേണ്ടി വരും. ഈ സന്ദർഭം സംജാതമായിരിക്കുകയാണ്, അത് അധികം വൈകാതെ ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്.